ഹലോ എവ്രി വൺ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എ ചാനൽ. നമ്മുടെ ജോബ് മാർക്കറ്റ് വളരെയധികം ഒരു ഡൈനാമിക് ഫേസിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഫാക്ടേഴ്സ് നമ്മുടെ ജോബ് മാർക്കറ്റിനെ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാറുണ്ട്. നമ്മുടെ ഇക്കണോമിക് കണ്ടീഷൻസ്, നമ്മുടെ GDP, ഇൻഫ്ലേഷൻ, ഇൻട്രസ്റ്റ് റേറ്റ്, ടെക്നിക്കൽ അഡ്വാൻസ്മെൻറ്റ്, ഡിജിറ്റൽ അഡോപ്ഷൻ. നമ്മൾ ഡിജിറ്റൽ അഡോപ്ഷൻ കൂടുന്നതിനനുസരിച്ച് പല ജോലികൾ റിഡൻഡൻ്റ് ആകുകയും പുതിയ ജോലികൾ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. നമ്മുടെ സ്കിൽ ആൻഡ് എഡ്യൂക്കേഷൻ, സ്കിൽഡ് റിസോഴ്സസ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പല പ്രൊഫഷണൽ കോഴ്സസും ഡിഫോൾട്ട് ഗ്രാജുവേഷനാണ്, BTech, MBA ഒക്കെ പോലുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ഫോറിൻ ട്രേഡ് ആൻഡ് പോളിസി, നമ്മുടെ ഫോറിൻ എക്സ്പോർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമ്മൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും, പുറത്തേക്ക് കയറ്റി അയക്കപ്പെടും, അങ്ങനെ ഒരു ഫാക്ടർ. പിന്നെ നമ്മുടെ ഗവൺമെൻറ് പോളിസി ആൻഡ് റെഗുലേഷൻസ്, നമുക്ക് ബിസിനസ്സിനെ എൻകറേജ് ചെയ്യുന്ന പോളിസി ആണെങ്കിൽ എക്സ്പോർട്ട് പോളിസി, ടാക്സേഷൻ, അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ നമ്മൾ ബിസിനസ്സിനെ കൂടുതൽ അത് എൻകറേജ് ചെയ്യപ്പെടും. അത് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടേഴ്സാണ് നമ്മുടെ ഡെമോഗ്രഫി എന്ന് പറയുന്നത് ഏജ്, സൈസ്, ഏജ് കോമ്പോസിഷൻ. ഇപ്പോൾ ഒരു ഏജിങ് പോപ്പുലേഷൻ, ഇപ്പോൾ ജപ്പാൻ പോലെയുള്ള കൺട്രിയൊക്കെ ആണെങ്കിൽ ഒരുപാട് ഹെൽത്ത് വർക്കേഴ്സ്, ആ ഒരു പ്രൊഫഷനിൽ ഒരുപാട് ജോബ് സാധ്യതകൾ ക്രിയേറ്റ് ചെയ്യപ്പെടാറുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഒരു ഗ്രോയിങ് എക്കോണമി, നമ്മുടെ ഏജ്. ഇപ്പോൾ ഇന്ത്യ പോലുള്ള കൺട്രി എന്ന് വെച്ചാൽ ആവറേജ് മീഡിയൻ ഏജ് 30 years ആണ്. നമുക്ക് ഒരുപാട് ഗ്രോത്ത് പൊട്ടൻഷ്യലുള്ള ഒരു കൺട്രിയാണ്. അപ്പോൾ അവിടെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, കാപ്പെക്സ്, അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിക്ക് ഒരുപാട് ഫാക്ടേഴ്സ് വരും. നമ്മൾ ഈ ജോബ് മാർക്കറ്റിൽ ഒരു ജോലി സമ്പാദിക്കുന്നത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടേഴ്സാണ് കിട്ടിയ ജോബ് എങ്ങനെ റീറ്റെയിൻ ചെയ്യുക എന്നുള്ളത്, ഹൗ ടു സ്റ്റേ എംപ്ലോയിഡ് ത്രൂ ഔട്ട്. കാരണം നമുക്കൊരു ജോലി സമ്പാദിക്കുന്നതിനെ കുറിച്ച് നമുക്ക് ഒരുപാട് ഫിക്സ് പാത്ത് ഉണ്ട്, എഡ്യൂക്കേഷൻസ് ഉണ്ട്, ഒരുപാട് കോച്ചിങ് കരിക്കുലം ഉണ്ട്. പക്ഷേ കിട്ടിയ ജോലി എങ്ങനെ റീറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് ആളുകൾ അധികമൊന്നും ബോധവാന്മാരല്ല. ഇപ്പോൾ നിങ്ങൾ ഒരു എംപ്ലോയറാണ്, നിങ്ങളൊരു ഓൺട്രപ്രണർ ആണെന്ന് വെച്ചോ, ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ ആദ്യം റിവ്യൂ ചെയ്യുന്നത് എന്തായിരിക്കും? ഒബ്വിയസ്ലി നിങ്ങളുടെ വേജ് ബില്ലായിരിക്കും, അല്ലേ? എത്ര എംപ്ലോയീസ് ഉണ്ട്, അവർക്ക് എത്ര സാലറി കൊടുക്കുന്നു, എത്ര പേരെ കൊണ്ട് ഈ ജോലി നിങ്ങൾക്ക് ആക്ച്വലി ചെയ്യിക്കാം എന്നുള്ളതായിരിക്കും നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യുന്നത്. കാരണം എന്താ, ഇത് നിങ്ങളുടെ ഡയറക്റ്റ് കൺട്രോളിലുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒരു ജോലി ചെയ്യാനായിട്ട് 10 പേര് മതിയെങ്കിൽ നിങ്ങൾക്ക് 15 പേരുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ 5 പേരെ ലെറ്റ് ഗോ ചെയ്യും, അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏത് തരത്തിലുള്ള എംപ്ലോയീസിനെ ആയിരിക്കും നിങ്ങൾ റീറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുക? ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നു. നമ്മുടെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് തുടങ്ങിയ സ്ഥലത്ത് തന്നെ നിർത്താനല്ലോ, ആ ബിസിനസ്സിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം, ഗ്രോ ചെയ്യണം, അല്ലേ? അത് ഗ്രോ ചെയ്യിക്കണമെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള, അതായത് ഒരുപാട് ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള, നമുക്ക് സിറ്റുവേഷൻസ് അനുസരിച്ച് മാറി ചിന്തിച്ച് പുതിയ സ്കിൽ സെറ്റ് പഠിച്ച് അൺലേൺ ചെയ്ത് കമ്പനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എംപ്ലോയീസ് വേണം. അപ്പോൾ ആദ്യത്തെ ഒരു സ്കിൽ സെറ്റ് എന്ന് പറയുന്നത് അഡാപ്റ്റബിലിറ്റി, അതായത് ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച്, ബിസിനസ് സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ ഓർഗനൈസേഷന് എന്താണ് വേണ്ടത് അത് മനസ്സിലാക്കി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു എംപ്ലോയീസിനെ ആയിരിക്കും ഫസ്റ്റ് വേണ്ടത്. ഫസ്റ്റ് അഡാപ്റ്റബിലിറ്റി. സെക്കൻഡ്, നമ്മൾ പറയാറില്ലേ, നമ്മളൊരു അൺസർട്ടൺ ടൈമിൽ കൂടിയാണ് പോകുന്നത്, ഒന്നിനും ഒരു ക്ലിയർ പാത്തില്ല. വാട്ട് വർക്ക് യെസ്റ്റർഡേ മേ നോട്ട് വർക്ക് ടുഡേ, വാട്ട് ഈസ് വർക്കിംഗ് ടുഡേ മേ നോട്ട് വർക്ക് ടുമോറോ. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എപ്പോഴും ഒരു മാനേജറിനോടെയോ നമ്മുടെ ഓണറിനോടോ ഞാൻ ഇനി എന്ത് ചെയ്യണം, ഇത് ചെയ്താൽ ഇത് നടക്കുമോ, ഇനി ഞാൻ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള ചോദ്യങ്ങളുള്ള എംപ്ലോയീസിനെ അധികം ആളുകളും എൻകറേജ് ചെയ്യില്ല. നമ്മളൊരു അൺസർട്ടൺ ടൈമിൽ നമ്മൾ മൂവ് ഫോർവേഡ് വിത്തൗട്ട് മച്ച് ഓഫ് ഡിറക്ഷൻ, നമ്മൾ കുറേ റിസ്ക് എടുത്തിട്ട് മുന്നോട്ട് പോകുന്ന എംപ്ലോയീസിനെ ആയിരിക്കും ആളുകൾ കൂടുതൽ ഇത് പ്രിഫർ ചെയ്യുക. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്, നമ്മൾ പറഞ്ഞു ഗ്രോത്ത് മൈൻഡ് സെറ്റ് പറഞ്ഞു, നമ്മുടെ അഡാപ്റ്റബിലിറ്റി പറഞ്ഞു. പിന്നെ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു സ്കിൽ സെറ്റാണ്, നമ്മളെപ്പോഴും ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ്, അല്ലേ, നമ്മുടെ മാർജിൻ, അതായത് നമ്മളൊരു പ്രൊഡക്റ്റോ ഒരു സർവീസോ നമ്മൾ കൊടുക്കണമെങ്കിൽ അതിന് എത്രയാണ് കോസ്റ്റ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ കോസ്റ്റ് സെൻസിറ്റൈസേഷൻ, ഏത് രീതിയിൽ പ്രോസസ്സ് ഇമ്പ്രൂവ് ചെയ്ത് നമ്മൾ കോസ്റ്റ് കുറക്കാമെന്നുള്ള ഒരു കോസ്റ്റ് സെൻസിറ്റൈസേഷൻ മൈൻഡ് സെറ്റ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഇത് വരുന്നത്. പിന്നെ പ്രധാനപ്പെട്ട വേറെ ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ ലോയൽറ്റി എന്നുള്ളൊരു ഫാക്ടർ നമ്മളെല്ലാവരും കേൾക്കാറുണ്ട്. ലോയൽറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നൊരു ഫാക്ടർ എന്ന് വെച്ചാൽ എത്ര നാൾ ആ എംപ്ലോയി ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്തു എന്നുള്ളതാണ്.
എന്നാൽ ലോയൽറ്റിക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പുതിയ മാനദണ്ഡമാണ് ഏജ് ഓൺ നെറ്റ്വർക്ക്. ഒരു ഓർഗനൈസേഷനിൽ എത്ര ലോങ് ഒരു എംപ്ലോയി വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു ഡിഫിക്കൽട്ട് ടൈമിൽ എന്ത് കോൺട്രിബ്യൂഷനാണ് എംപ്ലോയി ഓർഗനൈസേഷൻ്റെ എക്സ്പാൻഷന് വേണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആളുകൾ നോക്കുന്നത്. പല ഓർഗനൈസേഷൻസും ഏജ് ഓൺ നെറ്റ്വർക്ക് നമ്മുടെ ടെനുവർ അനുസരിച്ച് സാലറി ഇൻക്രിമെൻറ്റ് കൊടുക്കുന്നത് പോലും റിവ്യൂ ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ എന്താണ് ആ എംപ്ലോയീസിൻ്റെ കോൺട്രിബ്യൂഷൻ എന്നുള്ളത് ഗെറ്റിംഗ് അസസ്ഡ് വളരെ ക്ലോസ് ആയിട്ട്. അപ്പോൾ അത് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എംപ്ലോയി എക്സ്ട്രാ മൈൽ പോകുന്നത്. എപ്പോഴും ഓർഗനൈസേഷൻസ് നോക്കുന്നത് ഒരു ബേസിക് ജോബിനേക്കാൾ അപ്പുറത്തേക്ക് ആ ബിസിനസ് ഗ്രോ ചെയ്യാനായിട്ട് എന്താണ് വാല്യൂ ആഡഡ് കോൺട്രിബ്യൂഷൻ ഒരു എംപ്ലോയി കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ജോലി കിട്ടുന്നത് പോലെ എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ് ആ ജോലി നമ്മൾ എങ്ങനെ റീറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. നമ്മൾ ഒരു സ്ഥലത്ത് ജോലിക്ക് കയറി അവിടെ 25-30 വർഷം റിട്ടയർ ചെയ്യുന്ന കോൺസെപ്റ്റ് എന്നുള്ളത് പോയി. അപ്പോൾ ബി കോഷ്യസ് അബൌട്ട് ദിസ് ഫാക്ട്. സ്റ്റേ എംപ്ലോയിഡ് ഇസ് ഓൾസോ എൻ എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ ഫോർ ഓൾ യങ്സ്റ്റേഴ്സ്. കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പല ഓർഗനൈസേഷൻസും ഈവൻ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കുറയ്ക്കുന്നു, പല ക്യാമ്പസിലേക്ക് പോകുന്നില്ല. കാരണം അവരുടെ ക്വാർട്ടർലി നമ്പേഴ്സ് നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പാർട്ട് എപ്പോഴും മനസ്സിൽ വയ്ക്കുക. Hope this video was useful for you. Thank you for watching this video.